ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? പുറത്തൊക്കെ നല്ല ചൂടാണ്. ആ ചൂടത്തൊന്ന് തണുപ്പിക്കാനായിട്ട് ഒരു അടിപൊളി ഐറ്റമായിട്ടാണ് ഞാനിവിടെ വന്നേക്കുന്നത്. കുറച്ച് പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളി ഐറ്റം നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീട്ടിൽ നിന്ന് അമ്മ പേരയ്ക്ക കൊടുത്തു വിട്ടാൽ മക്കൾക്ക് കഴിക്കാനായിട്ട് ഞാൻ അതിൽ നിന്ന് 2-3 എടുത്ത് വെച്ചതാണ്. കുറച്ച് ജ്യൂസ് അടിക്കാമല്ലോ എന്ന് കരുതിയിട്ട്. അതിനായിട്ട് ഒരുപാടൊന്നും ഞാനിവിടെ എടുത്തു വെച്ചിട്ടില്ല. നമുക്ക് 2-3 ധാരാളം മതി ജ്യൂസ് അടിക്കാനായിട്ട്. നമുക്ക് ഇപ്പോൾ ഒരു 2 പേരയ്ക്ക എടുത്ത് തന്നെ നമുക്ക് 4 ഗ്ലാസോളം ജ്യൂസ് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് തോലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെത്തിക്കളയാം. അതിനുശേഷം നമുക്ക് പേരയ്ക്ക നടുവേ 2-3 പീസാക്കി മുറിച്ചെടുത്തിട്ട് നമുക്ക് ആ നടുക്ക് ഭാഗത്തുള്ള കുരുവില്ലേ, ആ കുരു നമുക്ക് കട്ട് ചെയ്ത് കളയാം. കാരണം നമുക്ക് ജ്യൂസ് അടിക്കുമ്പോൾ കുരു അതിനകത്തുണ്ടെങ്കിൽ ആ കുരു നമുക്ക് എത്ര അരിച്ചെടുത്താലും ഞാനിത് അരിച്ചെടുത്താൽ തന്നെ നമുക്ക് ആ കുരു കടിക്കുമ്പോൾ വല്ലാത്തൊരു ഇതാണ്, അത്ര നല്ലതല്ല കുരു കടിക്കുന്നത്. അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഈ കുരു ഇവിടെ നിന്ന് എടുത്ത് കളയുന്നത്. കുരു കളയാതെ വേണേലും ചെയ്യാം. ഞാനിവിടെ എന്തായാലും കുരു കളയുന്നുണ്ട്. എല്ലാവർക്കും കുരു അത്രയ്ക്ക് പിടിക്കത്തില്ല. മക്കൾക്കാണേലും കുരു ഇങ്ങനെ നാവിൽ വരുമ്പോഴത്തേക്കും അവർക്ക് ആ ടേസ്റ്റ് എന്തോ ഇഷ്ടപ്പെടുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കുരു കളയുന്നത്. പറ്റുന്നവരൊക്കെ കുരു എടുത്ത് കളയാൻ ശ്രമിക്കണം കേട്ടോ. ഇപ്പം എന്തായാലും പേരയ്ക്കയെല്ലാം എല്ലായിടും ഉണ്ടായി വരുന്നൊരു സീസണാണ്. ഒരുപാട് പേരയ്ക്കയെല്ലാം ആയി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും എല്ലാവരും പേരയ്ക്ക ഉള്ള വീട്ടിലൊക്കെ എല്ലാവരും ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയണം കേട്ടോ. അങ്ങനെ ഇവിടെ കുരു എല്ലാം കളഞ്ഞ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാരയോളം നമുക്ക് വേണം. നല്ല മധുരം ആവശ്യമുണ്ട് ഇതിന്. ഓരോരുത്തരുടെ ആ മധുരത്തിൻ്റെ അളവനുസരിച്ച് എല്ലാവരും മധുരം ഇട്ടോളൂ കേട്ടോ. ഇനിയിപ്പോൾ മധുരം കുറവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം ഇവിടെ എല്ലാവർക്കും മധുരം വേണ്ടതുകൊണ്ട് ഞാൻ ഒരു 4 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട് പഞ്ചസാര. ഇനി ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പേരയ്ക്ക ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 ഗ്ലാസ് തണുത്ത വെള്ളം കൂടി ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു കപ്പിലേക്ക് ഞാനെടുത്ത് ഒഴിച്ച് വെക്കുകയാണ്. ഞാൻ കുരു കളഞ്ഞേക്കുന്നത് കൊണ്ട് കുരു കളഞ്ഞ് അരച്ചെടുത്തത് കൊണ്ട് നമുക്കിപ്പം അരിക്കേണ്ട ആവശ്യം വന്നില്ല. ഇനിയാണ് ഇതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത്. ചെറുനാരങ്ങയാണ് വേണ്ടത്. ചെറുനാരങ്ങ അത്യാവശ്യം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞെടുത്തതിന് ശേഷം 2 ഗ്ലാസ്സിലേക്കും അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചെറുനാരങ്ങ തന്നെ മതിയാകും നമുക്ക്. അത് 2 ഗ്ലാസ്സിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഗ്ലാസ് നമുക്കൊരു വിസ്കോ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഒരു സ്പൂണോ എന്തായാലും മതി. അതിൻ്റെ ആ നീര് നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒന്ന് കുത്തി ഉടച്ചിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും വിചാരിക്കും 2ആയിട്ട് മുറിച്ചിട്ടിട്ട് നമുക്ക് പിഴിഞ്ഞൊഴിച്ചാൽ പോരെയെന്ന്. അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് വേറെ ടേസ്റ്റാണ് കിട്ടുന്നത്. ഇങ്ങനെ തന്നെ ആ നാരങ്ങ തൊണ്ടോടുകൂടി കിടക്കുമ്പോഴുള്ളൊരു ടേസ്റ്റ് വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ തന്നെ നിങ്ങൾ കുത്തി കൊടുക്കണം. അങ്ങനെ കുത്തി അതിൻ്റെ നീര് ആ ഗ്ലാസ്സിലേക്ക് വീഴുന്നിടം വരെ നമ്മൾ ചെറുതായിട്ട് കുത്തി വെച്ച് കൊടുക്കണം. അപ്പോഴത്തേക്ക് നീര് നമുക്ക് വരുന്ന കാണാൻ പറ്റും. ഏറ്റവും സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇത്. കുട്ടികൾക്ക് പോലും നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം. മുതിർന്നവരുടെ സഹായം ഇല്ലെങ്കിൽ പോലും കുട്ടികൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയാണ് നമ്മളവിടെ കപ്പിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന ജ്യൂസ് എടുത്ത് ആ ഗ്ലാസ്സിന് 1/2 കപ്പോളം ഒഴിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. 1/2 കപ്പോളം ജ്യൂസ് ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ സോഡ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. സോഡയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേറെ രീതിയാണ്. നമ്മൾ സാധാ ജ്യൂസ് ഇങ്ങനെ കുടിക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. അല്ലാതെ ഇതിലേക്ക് സോഡയും കൂടെയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരും ഈ സമയം കൊണ്ട്. ആ 2 ഗ്ലാസ്സിൽ ഒരുപോലെ നമ്മൾ നിറച്ച് വെച്ചതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നമുക്കതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നല്ല പത വരും ആ സമയത്ത്. ഇനി ആ മധുരം എല്ലാം ബാലൻസ് ചെയ്യാൻ വേണ്ടി സോഡയിൽ ഉപ്പും നമ്മൾ ഇടാതെയല്ലേ കടയിൽ നിന്ന് വാങ്ങുന്ന സോഡയ്ക്ക് ഉപ്പില്ലല്ലോ. ആ ഉപ്പും കൂടെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു കുറേശ്ശെ ഉപ്പ് വരെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താലേ ഉള്ളൂ നമുക്കതിൻ്റെ മധുരം ബാലൻസ് ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ. ഇപ്പോൾ എന്താ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എനിക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ. അത്ര അടിപൊളിയാണ്. ഇപ്പോൾ ചൂട് കാലത്ത് നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ തണുപ്പിക്കാൻ പറ്റുന്ന ഡ്രിങ്കാണ്. ജ്യൂസെന്നും ഡ്രിങ്കെന്നും ഒക്കെ പറയാം ഇതിന്. അപ്പം എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ്. പേരയ്ക്കൊക്കെ വീട്ടിലുള്ള സീസണായിട്ട് വരുന്ന സമയമാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്. ടേക്ക് കെയർ.